നമസ്കാരം. ലോകത്തിന് മുന്നിൽ ശക്തിയുടെ പ്രതീകമായി നിലകൊണ്ട അമേരിക്ക എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ വൻ വിജയം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വന്തം നയങ്ങളുടെ ഭാരത്തിൽ തളർന്നു നിൽക്കുന്ന ഒരു നേതാവായി മാറുകയാണോ എന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ ശക്തമായ വാക്കുകൾ, കടുത്ത ഭീഷണികൾ, ഇറാനെ മണ്ണിലൊതുക്കുമെന്ന ആത്മവിശ്വാസം. എന്നാൽ ഇന്നത് എല്ലാം മങ്ങിപ്പോയ പ്രസ്താവനകളായി മാറും. യാഥാർത്ഥ്യം അതിലും കടുത്തതാണ്. അമേരിക്കയുടെ പ്രധാന മിസൈൽ ശേഖരങ്ങൾ പോലും ഈ യുദ്ധത്തിൽ വൻതോതിൽ കുറയുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഭാവിയിലെ യുദ്ധങ്ങൾക്ക് പോലും അമേരിക്ക സജ്ജമാണോ എന്ന സംശയം ഉയരുന്നു. ഒരു മഹാശക്തി രാജ്യത്തിന് വേണ്ടി ഇത് വെറും സാങ്കേതിക പ്രശ്നമല്ല, നേതൃത്വത്തിലെ പരാജയത്തിന്റെ തെളിവാണ്. മുന്നൊരുക്കമില്ലാതെ യുദ്ധത്തിലേക്ക് ചാടിയ തീരുമാനങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവ് വരുത്തിയതായാണ് റിപ്പോർട്ട്. ഫെബ്രുവരി മാസം 28-ാം തീയതി ആരംഭിച്ച യുദ്ധം 7 ആഴ്ച പിന്നിടുമ്പോൾ അമേരിക്ക അവരുടെ മിസൈൽ ശേഖരത്തിലെ വലിയൊരു ഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞതായി രാജ്യാന്തര മാധ്യമമായ CNN ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പാട്രിയറ്റ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ പാതിയോളം ഉപയോഗിച്ചു കഴിഞ്ഞതായും മറ്റു സംവിധാനങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ വിശകലനത്തെ ആസ്പദമാക്കിയുള്ളതാണ് റിപ്പോർട്ട്. THAAD ഇന്റർസെപ്റ്ററുകളിൽ പാതിയിലേറെയും ഉപയോഗിച്ചു കഴിഞ്ഞതായും പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളിൽ ചുരുങ്ങിയത് 45% ഉപയോഗിച്ചതായും റിപ്പോർട്ടിലുണ്ട്. 30% ടോംഹോക്ക് മിസൈലുകളും ദീർഘദൂര ജോയിന്റ് എയർ ടു സർഫേസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകളുടെ 20%-ലേറെയും US ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല SM-3, SM-5 മിസൈലുകളും വലിയ അളവിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന അളവിലുള്ള ഉപയോഗം അമേരിക്കയുടെ സൈനിക മുന്നൊരുക്കങ്ങളെ ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കുറച്ചു കാലത്തേക്ക് കൂടിയുള്ള സൈനിക നടപടികൾക്ക് ആവശ്യമായ അളവിൽ US-ന്റെ പക്കൽ ആയുധങ്ങളുണ്ട്. എന്നാൽ മറ്റെവിടെയെങ്കിലും വലിയൊരു സംഘർഷം ഉണ്ടാകുന്ന പക്ഷം അതിനെ നേരിടാൻ ആവശ്യമായ വിധത്തിലുള്ളതല്ല ഈ ആയുധ ശേഖരമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മിസൈൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെന്റഗൺ കരാറുകളിൽ ഇതിനകം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. എന്നിരുന്നാലും ഇവ സൈന്യത്തിന് ലഭ്യമാകുന്നതിന് കാലതാമസമുണ്ടായേക്കും. നിർണായക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരക്കാരെ കൊണ്ടുവരാൻ ചിലപ്പോൾ 3 മുതൽ 5 വരെ വർഷങ്ങളും വേണ്ടി വന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആയുധ ശേഖരത്തെ കുറിച്ചുള്ള ആശങ്കകൾ സൈനിക ഉന്നതർ പങ്കുവച്ചിരുന്നു എന്നാണ് വിവരം. US, ഇസ്രയേൽ, ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് US നിയമനിർമ്മാണ സഭാംഗങ്ങൾ ആശങ്ക പങ്കുവച്ചിരുന്നു. ഇറാന്റെ പക്കൽ ഇപ്പോഴും കരുത്തുള്ള മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് എന്നും ഇത് US-ന് മേൽ സമ്മർദ്ദത്തിന് വഴി തെളിച്ചേക്കാമെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ട്രംപിന്റെ നയങ്ങളിൽ കാണുന്ന അനിശ്ചിതത്വവും ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഒരു ദിവസം ഭീഷണി, അടുത്ത ദിവസം സമാധാന പ്രഖ്യാപനം, വീണ്ടും യുദ്ധഭാഷ. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത നിലപാടുകൾ ചർച്ചകൾ പോലും അട്ടിമറിക്കുകയാണ്. സമാധാനത്തിനുള്ള വഴികൾ തുറക്കേണ്ടിടത്ത് ഈ വഴിത്തിരിവുകൾ തന്നെ പുതിയ സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ സംഘർഷം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എണ്ണക്കപ്പലുകൾ കുടുങ്ങി, വ്യാപാരം നിലച്ചു, ലോക വിപണി തകർന്നു. ഇതൊരു സാധാരണ യുദ്ധത്തിന്റെ പ്രതിഫലനമല്ല. നേതൃത്വത്തിലെ തെറ്റായ കണക്കുകൂട്ടലുകളുടെ വിലയാണ് ലോകം അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചേർന്നൊരു വലിയ ചിത്രം വരയ്ക്കുന്നു. യുദ്ധം ജയിച്ചുവെന്ന് പറഞ്ഞ നേതാവ് യാഥാർത്ഥ്യത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ഇന്നും നിലകൊള്ളുന്നു, തിരിച്ചടിക്കാൻ ശേഷിയുണ്ട്, ചർച്ചകളിൽ തന്റെ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. മറുവശത്ത് അമേരിക്ക സ്വന്തം വിഭവങ്ങൾ ചെലവഴിച്ച് ക്ഷീണിച്ച നിലയിൽ. അവസാനം ഒരു ചോദ്യം മാത്രം ബാക്കി: ഇതൊരു സൈനിക പോരാട്ടത്തിലെ തോൽവിയാണോ അതോ ഒരു നേതാവിന്റെ രാഷ്ട്രീയ പരാജയമോ? ലോകം നോക്കി നിൽക്കുന്നു. കാരണം ഈ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.